Hello my dear friends, ജിതേഷ് മാഷാണ്. എല്ലാവർക്കും അടിപൊളി നമസ്കാരം. കൂടാതെ എല്ലാവരും ഞാൻ ഫിസിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് അഥവാ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന പാഠത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഒരു 2-3 പോയിന്റും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഈ ചേമ്പിലയിൽ, മഴക്കാലത്തൊക്കെ ചേമ്പിലയിൽ നമ്മുടെ തൊടിയിൽ വെള്ളം നിൽക്കുന്നത് കണ്ടുണ്ടാവും അല്ലേ? കാണാത്തൊരു വളരെ ചുരുക്കമായിരിക്കും, ഉണ്ടാവില്ല എന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ കൊളക്കേഷ്യ ലീഫ്, ടയറോ എന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലേ, ചേമ്പില. ഈ ചേമ്പിലയിൽ വെള്ളം നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും അല്ലേ? എന്തൊരു പ്രത്യേകത, ഈ വെള്ളത്തുള്ളി വെള്ളം ചേമ്പിലയിൽ പറ്റി പിടിക്കുന്നില്ല, സ്റ്റിക്ക് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചോ? അതേസമയം നമ്മൾ ഈ വെള്ളം ഒരു പേപ്പറിലാണ് എടുക്കുന്നതെങ്കിലോ, ഒരു സാധാ പേപ്പറിലാണ് എടുക്കുന്നതെങ്കിലോ, അത് പേപ്പറിൽ അത് പറ്റി പിടിക്കും. നമ്മൾ പേപ്പറിലോ ചുമരിലോ എവിടെയാണെങ്കിലും വെള്ളം അതിൽ പറ്റി പിടിക്കും നമുക്കറിയാം. പക്ഷെ ചേമ്പിൽ പറ്റി പിടിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ മെർക്കുറി അഥവാ രസം, മെർക്കുറി എന്ന് പറയുന്ന പദാർത്ഥം അഥവാ രസം എന്ന് പറയുന്ന പദാർത്ഥം കണ്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, ലാബുകളിലായിട്ടോ മറ്റോ കണ്ടിട്ടുണ്ടായിരിക്കാം. ഏതായാലും രസം അഥവാ മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലോഹമാണ്. അതിന് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ STPയിൽ ലിക്വിഡ് ഫോമിൽ നിൽക്കുന്ന ഒരു മെറ്റൽ ആണ് എന്ത്? മെർക്കുറി. ഓക്കെ, സാധാരണ എല്ലാ മെറ്റലും സോളിഡ് ഫോമിലാണ്. നമ്മുടെ ഗോൾഡ് ആയാലും സിൽവർ ആയാലും അയൺ, അലൂമിനിയം, കോപ്പർ ഏതായാലും അല്ലേ, അത് സോളിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് അല്ലേ? എന്നാൽ രസം അഥവാ മെർക്കുറി എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും ടെമ്പറേച്ചറിലും താപനിലയിലും അത് ദ്രവരൂപത്തിലാണ് നിൽക്കുന്നത്, ദ്രാവക രൂപത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സാധനം മെർക്കുറി എന്തോ ആയിക്കോട്ടെ, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ല. ഈ മെർക്കുറി നിങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലോ എവിടെയെങ്കിലും എടുത്താലും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും, ചേമ്പിലയിൽ വെള്ളം നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അപ്പോ ഇത് ഈ പ്രതലത്തിൽ പറ്റി പിടിക്കുന്നില്ല അല്ലെ? മെർക്കുറി ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളം ചേമ്പിലയിലാണെങ്കിലും പറ്റി പിടിക്കുന്നില്ല. എന്നാൽ ഇതേ വെള്ളം നമ്മൾ കറൻസി നോട്ട് എണ്ണുമ്പോൾ അല്ലെ, കറൻസി നോട്ട് എണ്ണുമ്പോൾ നമ്മൾ ആ നോട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ കൈമുക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഷോപ്പുകളിലൊക്കെ കാണാം, ഒരു പാത്രത്തിൽ സ്പോഞ്ച് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അല്ലേ, അതിൽ വെള്ളം ഒന്ന് നനയ്ക്കും, എന്നിട്ട് ഇങ്ങനെ എണ്ണും. സോ വെൻ കറൻസി നോട്ട്സ് ആർ കൗണ്ടഡ് വി വെറ്റഡ് അവർ ഫിംഗർ. ഓക്കെ, അപ്പോൾ ഫിംഗർ നനച്ചിട്ടാണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത്. വെറ്റഡ് ഫിംഗേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൗണ്ട് ചെയ്യാം. അത് എന്തിനാണ്? ആ നോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടെ ഉണ്ടാവുമ്പോൾ നോട്ടിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യും, കൈ നല്ല ഒട്ടിപ്പിടിക്കും. അപ്പോൾ കൈയിൻ്റെ കൂടെ പെട്ടെന്ന് അല്ലേ? അപ്പോൾ വെള്ളം തന്നെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഒരു ഒട്ടിപ്പിടുത്തത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചെമ്പിലയിൽ വെള്ളം ഒട്ടുന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് കാരണം? ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. നോക്കും, ഈ വെള്ളം തുള്ളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ. വെള്ളം തുള്ളിയായിട്ട് നിൽക്കാൻ കാരണം ഈ വെള്ളത്തുള്ളികളിലെ തന്മാത്രകൾ, നമുക്കറിയാം എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ് അല്ലെ? പദാർത്ഥങ്ങളുടെ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ അടിസ്ഥാന യൂണിറ്റായ തന്മാത്രകൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ തന്മാത്രകൾ തമ്മിലൊരു ആകർഷണ ബലം, ഈ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഇപ്പോ ജല തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് ജലം തുള്ളിയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകും അല്ലെ? അതുപോലെ ജലത്തിലെ ഈ തന്മാത്രകളും ജലം നിൽക്കുന്ന പ്രതലത്തിന്റെ തന്മാത്രകളും തമ്മിലൊരു ആകർഷണ ബലമുണ്ട്. അപ്പോ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം 2 വിധത്തിലാണ്. ഏതൊക്കെയാണത്? അവ 2 ബലങ്ങളാണ്. ഒന്ന് അഡീഷൻ ബലവും 2 കൊഹീഷൻ ബലവും. Adhesive force and cohesive force. Adhesive force and cohesive force. Okay, ഇതിലെ ഫസ്റ്റ് വൺ നോക്കാം. അഡീഷനും കൊഹീഷനും അല്ലെ? അഡീഷനും കൊഹീഷനും, adhesive force and cohesive force. അഡീഷൻ ബലവും കൊഹീഷൻ ബലവും എന്നാണ് പറയുന്നത്.
കൊഹീഷൻ രണ്ടാമത്തെ നോക്കുക. കൊഹീഷൻ ഞാൻ രണ്ടാമത് എഴുതിയ കൊഹീഷൻ ബലം. കൊഹീഷൻ കമ്പനി അല്ലേ? തന്മാത്രകൾ ഇങ്ങനെ കമ്പനി ആയിട്ട് ഒരേ തരം തന്മാത്രകൾ തമ്മിലൊരു കമ്പനി ഉണ്ടാവുമല്ലോ എന്തായാലും. ഇപ്പോൾ ജലതന്മാത്രകളാണെങ്കിൽ ജലതന്മാത്രകൾ തമ്മിലൊരു കമ്പനി ഉണ്ടാവും അല്ലേ? ഞാൻ കമ്പനി എന്ന് പറയുന്നത് ഈ വാക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ, ടെക്നിക്കാണ്. കമ്പനി കൊഹീഷൻ അല്ലേ? അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ്, ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം അഥവാ കൊഹീസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൊഹീസീവ് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ അഡീഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? അഡീഷൻ ബലം അഥവാ adhesive force എന്ന് പറയുന്നത്. adhesive force is the attractive force between different type of molecules. അപ്പോൾ നമ്മൾ ഒരു പ്രതലത്തിൽ ജലത്തുള്ളി വെക്കുമ്പോൾ ഈ ജലത്തിനകത്തെ തന്മാത്രകൾ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അതിനെയാണ് നമ്മൾ കൊഹീഷൻ ബലം എന്ന് പറയുന്നത് അഥവാ കോഹസീവ് ഫോഴ്സ്. ഈ വാട്ടർ മോളിക്യൂൾസും നമ്മൾ ഏത് പ്രതലത്തിലാണ് അത് വെക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു വാഴയില അല്ലെ, കൊളക്കേഷ്യ ലീഫ് എന്ന് പറഞ്ഞു. ഈ ലീഫിലാണ് വെക്കുന്നതെങ്കിൽ അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ വാഴയിലെ ചേമ്പിലയിലെ തന്മാത്രയും ജലകണികയിലെ തന്മാത്രകളും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും വ്യത്യസ്ത ഇനം തന്മാത്രകളാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. ഇവയ്ക്കിടയിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് അഡീഷൻ ബലം അഥവാ adhesive ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, adhesive ഫോഴ്സ് ആൻഡ് cohesive ഫോഴ്സ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇനി നോക്കാം, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യും. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ ചെറിയ ഗ്ലാസ് ട്യൂബുകൾ ഇങ്ങനെ ഇറക്കി വെക്കുന്നു. നോക്കാം, ചിത്രം ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, ചിത്രം ശ്രദ്ധിക്കൂ. ഈ ബീക്കറിൽ ജലം എടുത്തിരിക്കുന്നു, വാട്ടർ എടുത്തിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഗ്ലാസ് ട്യൂബുകൾ ഡിഫറെന്റ് ഡയമീറ്ററിൽ വ്യത്യസ്ത വ്യാസമുള്ള, കണ്ടോ, വ്യാസം കുറഞ്ഞത്, കുറച്ചുകൂടി വ്യാസം കൂടിയത്, ഏറ്റവും വ്യാസം കൂടിയത് അല്ലെ, വ്യത്യസ്ത വട്ടത്തിലുള്ള വ്യാസമുള്ള ഡയമീറ്ററുള്ള ട്യൂബാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. സാധാരണഗതി നമ്മളത് നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, പ്രതീക്ഷിക്കുക ഇതിലെ വാട്ടർ സർഫസ് ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലെ, ഇതിലെ വാട്ടർ സർഫസ് ഇങ്ങനെ ട്യൂബിനകത്തും ഇതുപോലെ നിൽക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ. ബട്ട് ശ്രദ്ധിച്ചവർക്ക്, ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇങ്ങനെ വാട്ടർ സർഫസ്, ഈ ജലത്തിന്റെ പ്രതലം ഇങ്ങനെ കൃത്യമായിട്ടല്ല നിൽക്കുക എന്നുള്ളത്. അത് ഈ ബീക്കറിന്റെ വശങ്ങളോട് ചേർന്ന് ഇത് കുറച്ച് പൊന്തി നിൽക്കും. അതുപോലെ ഇവിടെ, അതായത് ഈ വാട്ടർ ബീക്കറിന്റെ ഈ അരികുകളിലൂടെ പറ്റിപ്പിടിച്ച് കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കും. റൈസ്, ഒരു ഉയർച്ച ഉണ്ടാവും അവിടെ. അതുപോലെ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് നോക്കുക, ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ബീക്കറിലെ വാട്ടർ ലെവലിലായിരിക്കില്ല ഈ ഗ്ലാസ് ട്യൂബിനകത്ത്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ഇത്രയും വെള്ളം ഉയർന്നു നിൽക്കുന്നുണ്ടാവും, ഇത്രയും വരെ വാട്ടർ ഉണ്ടാവും. ഇതിനകത്ത് അത്ര ഉണ്ടാവില്ല, ഇതിനകത്ത് കുറച്ചും കൂടെ കുറവായിരിക്കും, താഴ്ച കുറവായിരിക്കും. ഇങ്ങനെയാണ്. അപ്പോ ഈ ഗ്ലാസ് ട്യൂബിനകത്ത്, നാരോ ട്യൂബിനകത്ത്, വണ്ണം കുറഞ്ഞ ഇടുങ്ങിയ ട്യൂബിനകത്ത് വെള്ളം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഉയർച്ച എല്ലാ ട്യൂബിലും ഒരുപോലെയല്ല, അത് വ്യാസം കൂടിയ, വട്ടം കൂടിയതിൽ കുറവാണ്, വട്ടം ഏറ്റവും കുറവുള്ള വണ്ണം കുറഞ്ഞതിൽ ആ ഉയർച്ച കൂടുതലുമാണ്. ഓക്കെ, ഇങ്ങനെ നാരോ ട്യൂബിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്നാണ് പറയുക. എന്താണ് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം? ഓക്കെ, കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ഈ കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്താണെന്ന് മനസ്സിലായല്ലോ.
ഇതാണ് കാപ്പിലാരിറ്റി അഥവാ കേശീകത്വം. ശ്രദ്ധിക്കാം. Capillarity. The rise or depression of a liquid in a narrow tube or a minute hole is capillarity. കേശികത്വം. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. നോക്കൂ, ഈ കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കേശിക ഉയർച്ച, കാപ്പിലറി റൈസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുക. കാപ്പിലറി റൈസ്. കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച എന്ന് പറയും. രണ്ട് കേശിക താഴ്ച. കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. കാപ്പിലറി ഡിപ്രഷൻ. കേശിക ഉയർച്ചയും കേശിക താഴ്ചയും, കാപ്പിലറി റൈസ് ആൻഡ് കാപ്പിലറി ഡിപ്രഷൻ. ഓക്കെ, നോക്കാം. നമ്മളിപ്പോ ഈ കണ്ടത് ഉയർച്ചയാണ് അല്ലെ, ട്യൂബിനകത്ത് കൂടെ വെള്ളം ഉയരുകയാണ് ചെയ്യുന്നത്. ഇത് കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ചയാണ്. ഇതിന് കാരണം എന്താണെന്നറിയോ? ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അഡീഷൻ ബലവുമുണ്ട്, കൊഹീഷൻ ബലവുമുണ്ട്. There are two types of force, adhesive force and cohesive force. ഇവിടെ ഈ വാട്ടർ മോളിക്യൂളും ഈ ഗ്ലാസ് ട്യൂബുകളും തമ്മിൽ അല്ലെങ്കിൽ ഗ്ലാസ് സർഫസുകളും തമ്മിൽ, ഈ ബീക്കറിന്റെ ആയാലും ട്യൂബിന്റെ ആയാലും ഒക്കെ ഗ്ലാസ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് എന്ത് ഫോഴ്സ് ആണ്? അത് അഡ്ഹസീവ് ഫോഴ്സ് ആണ് അഥവാ അഡീഷൻ ബലമാണ്. അതോടൊപ്പം ഈ ജല തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണമുണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്. അത് കൊഹീഷൻ ബലമാണ്. അപ്പൊ ഈ ജല തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊണ്ട് ഈ ജലങ്ങളൊക്കെ കൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. അതേസമയം ജലതന്മാത്രകളും വാട്ടർ മോളിക്യൂൾസും ഈ ഗ്ലാസ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം അത് ഗ്ലാസ്സിലേക്ക് പോകാനും ശ്രമിക്കും. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹീസീവ് ഫോഴ്സിനേക്കാൾ ജലതന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് ജലതന്മാത്രയും ഗ്ലാസ് തന്മാത്രകളും തമ്മിലുള്ള അഡീഷൻ ബലം. ഓക്കെ, ഹിയർ adhesion force, the adhesive force is greater than the cohesive force. അപ്പം എന്ത് ചെയ്യും? അഡീഷൻ ഫോഴ്സ് കൂടുതലായതുകൊണ്ട്, അഡ്ഹസീവ് ബലം കൂടുതലായതുകൊണ്ട് ഇവരൊക്കെ ഈ ഗ്ലാസ് ട്യൂബിലൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് മുകളിലേക്ക്, കാരണം ഗ്ലാസ് തന്മാത്രകളായി അട്രാക്ട് ചെയ്ത് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഉയർച്ച ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ 3 ഗ്ലാസ് ട്യൂബിലും 3 ലെവലിൽ വന്നത്? കേശിക ഉയർച്ച 3 ഗ്ലാസ്സിലും ഒരുപോലെയാണോ? അല്ല. Capillary rise is not equal in all 3 tubes. Why? Because കാരണം ഈ 3 ഗ്ലാസ് ട്യൂബിന്റെയും ഡയമീറ്റർ അഥവാ വ്യാസം വ്യത്യാസമാണ് ആണല്ലോ. അപ്പൊ ഇതിൽ ഏതിലായിരിക്കും കൂടുതൽ വാട്ടർ ഉണ്ടാവുക? ഡയമീറ്റർ കൂടുതലുള്ളതിൽ കൂടുതൽ വാട്ടർ ഉണ്ടാവും, ഡയമീറ്റർ ഏറ്റവും കുറവുള്ളതിൽ വാട്ടർ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്തുള്ള വോളിയം ഡയമീറ്റർ കൂടുമ്പോൾ വോളിയം കൂടും, ഡയമീറ്റർ കുറവുള്ളതിൽ വോളിയം കുറയും. അപ്പൊ അതിനകത്തുള്ള വാട്ടറിന്റെ വെയിറ്റും ഏതിലായിരിക്കും കൂടുതൽ? ഇവിടെ ആയിരിക്കും വെയിറ്റ് കൂടുതൽ. ഡയമീറ്റർ കൂടുതലുള്ള വോളിയം കൂടുതലുള്ള ഈ ട്യൂബിലാണ് വാട്ടറിന് വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആ വാട്ടർ വെയിറ്റ് കാരണം താഴേക്ക് ഇറങ്ങും അല്ലെ. അതിന്റെ വെയിറ്റ് താഴേക്കാണ്. എല്ലാ സബ്സ്റ്റൻസും വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്കാണ്, നമുക്കറിയാലോ. അപ്പൊ അതിന്റെ വെയിറ്റ് കാരണം അത് താഴേക്ക് വരാൻ നോക്കും. ഈ കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി കാരണം ഇത് മുകളിലേക്കും വരാൻ ശ്രമിക്കും. ഇത് രണ്ടും, ഈ കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആര് കാരണമാണ്? അഡീഷൻ ഫോഴ്സ് കൊണ്ടാണ് അല്ലെ, അഡ്ഹസീവ് ഫോഴ്സ് കൊണ്ടാണ്, അഡീഷൻ ബലം കൊണ്ടാണ് ആണല്ലോ. അപ്പൊ മുകളിലേക്ക് ഇവർ തമ്മിലുള്ള ഈ അഡ്ഹസീവ് ഫോഴ്സും താഴേക്ക് അതിന്റെ വെയിറ്റും ഈക്വൽ ആകുന്നത് വരെയാണ് അത് സംഭവിക്കുക. അപ്പോ ഇവിടെ വാട്ടറിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഈ റൈസ് കുറവാണ്, കാപ്പിലറി റൈസ് കുറവാണ്. ജലത്തിന് ഭാരമുണ്ട് അല്ലെ, ഇതിന്റെ വ്യാസം കൂടുതലായതുകൊണ്ട് ഇവിടത്തിന് കൂടുതൽ ജലം ഉണ്ടായിരിക്കും, കൂടുതൽ ഭാരം ഉണ്ടായിരിക്കും. വ്യാപ്തം കൂടുതലായതുകൊണ്ട്, വ്യാസം കൂടുതലാകുമ്പോൾ, വട്ടം കൂടുതലാകുമ്പോൾ അതിനകത്ത് വ്യാപ്തം കൂടുതലായിരിക്കും. അപ്പൊ അതിനകത്തുള്ള ജലം കൂടുതലായിരിക്കും, അതിന്റെ ഭാരം കൂടുതലായിരിക്കും.
ഇങ്ങനെ ഭാരം കൂടുമ്പോൾ എന്താവും, ഭാരം താഴേക്കാണല്ലോ, അപ്പോൾ അത് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. എന്നാൽ ഈ അഡ്ഹസീവ് ഫോഴ്സ്, അഡീഷൻ ബലം ഉള്ളത് കൊണ്ട് അത് മുകളിലേക്ക് കയറാനും ശ്രമിക്കും. ഇത് രണ്ടും തുല്യമാകുമ്പോൾ അത് ആ ഒരു തുലന നിലയിൽ നിൽക്കും. അപ്പം ഇവിടെ ജലത്തിന് ഭാരം കുറവാണ്, അതുകൊണ്ട് അവിടെ കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച കൂടുതലാണ്. ഇവിടെ ജലത്തിന്റെ ഭാരം കൂടുതലാണ്, അതുകൊണ്ട് കേശിക ഉയർച്ച കുറവാണ്. ശ്രദ്ധിക്കാം, വട്ടം കൂടുമ്പോൾ, ഡയമീറ്റർ അഥവാ വ്യാസം കൂടുമ്പോൾ ഉയർച്ച കുറയുകയാണ് ചെയ്യുക. വ്യാസം വട്ടം കുറവുള്ളതിലാണ് ഉയർച്ച കൂടുതൽ ഉണ്ടാവുക. ഇത് പഠിച്ചു വെക്കണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. Is it clear now? Now what is second one? Capillary depression, കേശിക താഴ്ച. ഓക്കെ, അതിന് നമ്മൾ അടുത്ത ചിത്രത്തിലേക്ക് വരാം, നോക്കാം എന്താണ് കേശിക താഴ്ച, എന്താണ് അതിന്റെ മാറ്റം എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ചിത്രം ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും ഒരു ബീക്കർ, നോക്കാം, ചിത്രം ശ്രദ്ധിക്കട്ടോ. രണ്ടാമത്തെ ബീക്കർ നോക്കുക. ഈ ബീക്കറിൽ വാട്ടർ അല്ല, ജലമല്ല എടുത്തിരിക്കുന്നത്, അതിൽ മെർക്കുറി അഥവാ രസമാണ്. മെർക്കുറി നേരത്തെ ഞാൻ പറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള ലോഹം അല്ലെ, ലിക്വിഡ് ഫോമിലുള്ള ഒരു മെറ്റലാണ് മെർക്കുറി എന്ന് പറഞ്ഞു. ആ മെർക്കുറിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. മെർക്കുറിക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, മെർക്കുറിയിലെ തന്മാത്രകൾ തമ്മിൽ ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് കൊഹീഷൻ ബലം അഥവാ കൊഹസീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ സമയത്ത് ഇതിലുണ്ടാകുന്നത് ഉയർച്ചയല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ അരിക് നേരത്തെ ഞാൻ പറഞ്ഞ ഉയർന്നു നിൽക്കുക എന്നല്ല പറഞ്ഞ്, ഇവിടെ അതിന് പകരം താഴ്ന്നു നിൽക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ അടിക്ക് ഒരു താഴ്ച ഉണ്ടാവും. ഒക്കെ ഈ തട്ടി നിൽക്കുന്ന ഭാഗം, ഈ അരികുകളുമായിട്ട് എഡ്ജുമായിട്ട് തട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരു താഴ്ചയാണ്. ഇനി ട്യൂബിനകത്ത് നോക്കുകയാണെങ്കിലോ, ഇതിനകത്ത് ഇത്രയേ മെർക്കുറി ഉണ്ടാവുള്ളൂ, താഴ്ന്നു നിൽക്കുക ചെയ്യും. ഇതിനകത്ത് കുറച്ചും കൂടി മുകളിലേക്ക് ഉണ്ടാവും, ഇതിനകത്ത് വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഇവിടെ വാട്ടർ ആയിരുന്ന സമയത്ത്, ബീക്കറിൽ വാട്ടർ എടുത്ത സമയത്ത് ഈ ട്യൂബിലൂടെ എല്ലാം, നാരോ ട്യൂബിലൂടെ എല്ലാം ഉയർച്ചയാണ് ഉണ്ടായത് അല്ലെ, റൈസ് ആണ് ഉണ്ടായത്. അതിനെ നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞു. എന്നാൽ മെർക്കുറിയിലാണെങ്കിൽ ഇതെല്ലാം താഴെയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. കാപ്പിലറി ഡിപ്രഷൻ. അപ്പൊ ഇവിടെ താഴെയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ഇവിടെ ഈ മെർക്കുറി മോളിക്യൂൾസും ഗ്ലാസ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് വളരെ കുറവാണ്, എന്നാൽ കൊഹസീവ് ഫോഴ്സ് കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ അഡീഷൻ ബലത്തേക്കാൾ കൊഹീഷൻ ബലം ഇവിടെ കൂടുതലാണ്. Cohesive force is greater than the adhesive force. അപ്പൊ എന്ത് ചെയ്യും? ഈ മെർക്കുറി എല്ലാം കൂടെ ചേർന്ന് നിൽക്കാൻ നോക്കും. ഗ്ലാസുമായിട്ട് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഗ്ലാസ് ഇങ്ങനെ വിട്ട് പോരുന്നത്. അപ്പോൾ അവിടെ താഴ്ചയാണ് ഉണ്ടാവുക, ഡിപ്രഷനാണ് ഉണ്ടാവുക. ഈ ഉണ്ടാകുന്നത് 3 ട്യൂബിൽ ഒരുപോലെയാണോ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ താഴ്ച വരുന്നത് ഡയമീറ്റർ കൂടിയതിൽ താഴ്ച കുറവായിരിക്കും, ഡയമീറ്റർ ഏറ്റവും കുറവുള്ളതിലായിരിക്കും കൂടുതൽ താഴ്ച ഉണ്ടാവും. സോ കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ ഡയമീറ്റർ കുറഞ്ഞ, വ്യാസം കുറഞ്ഞ ട്യൂബിലാണ്. വ്യാസം കൂടുമ്പോൾ ഈ താഴ്ച കുറയണം. അപ്പോൾ കേശിക താഴ്ചയായാലും കേശിക ഉയർച്ചയായാലും, കാപ്പിലറി റൈസ് ആണെങ്കിലും കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിലും അത് ട്യൂബിന്റെ വണ്ണം കുറയുമ്പോൾ കൂടുതൽ സംഭവിക്കും. ഉയർച്ചയാണെങ്കിൽ കൂടുതൽ ഉയരും, താഴ്ചയാണെങ്കിൽ കൂടുതൽ താഴും. ട്യൂബിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച്, ഡയമീറ്റർ അഥവാ വ്യാസം കൂടുന്നതിനനുസരിച്ച് അതിലുള്ള കാപ്പിലറി റൈസ് ആയാലും കാപ്പിലറി ഡിപ്രഷൻ ആയാലും ഉയർച്ചയായാലും താഴ്ചയായാലും അത് കുറവായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഉയർച്ചയാണെങ്കിൽ കുറച്ച് ഉയരും, താഴ്ചയാണെങ്കിൽ കുറച്ച് താഴും. ക്ലിയർ? ഇതാണ് കേശിക ഉയർച്ചയും കേശിക താഴ്ചയും. മൊത്തത്തിൽ അതിനെ നമ്മൾ കേശികത്വം അഥവാ കാപ്പിലാരിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി ഒന്നുകൂടി പറയാം. എന്താണ് അഡ്ഹസീവ് ഫോഴ്സ്, എന്താണ് കോഹസീവ് ഫോഴ്സ്, അഡീഷണൽ ബലവും കൊഹീഷൻ ബലവും എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലമാണ് കൊഹിഷൻ ബലം. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഈസ് കോൾഡ് കൊഹസീവ് ഫോഴ്സ്.
വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലമാണ് അഡീഷൻ ബലം. The adhesive force is the force of attraction between molecules of different types of substance. കേശികത്വം എന്നാൽ എന്താണ്? ശ്രദ്ധിക്കുക. കേശികത്വം ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കാപ്പിലാരിറ്റി the rise or depression of a liquid in a narrow tube or a minute hole is capillarity. ഇതിൽ കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച എന്നാൽ എന്താണ്, എങ്ങനെ സംഭവിക്കുന്നു, കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നും ശ്രദ്ധിക്കുക. അഡീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അനുഭവപ്പെടും. Capillary rise occurs when the adhesive force is greater than the coercive force. But when the coercive force is greater than the adhesive force, capillary depression will take place. ഓക്കെ, നോക്കാം കേട്ടോ. നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. ലിക്വിഡുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില പ്രാണികൾ, ഇൻസെക്ട്സ്, ഈ കൊതുക് പോലെയുള്ള ഇൻസെക്ട്സ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ കൂളായിട്ട് പോകും അല്ലേ? ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ആ ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കി, അവരുടെ കാലുകൾ ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭാഗം നോക്കിയേ. ഇതുപോലെ ഒരു ബ്ലേഡ്, ഒരു റേസർ ബ്ലേഡ്, ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, റേസർ ബ്ലേഡ് മെല്ലെ നമ്മൾ ഇങ്ങനെ കിടത്തിയിട്ട് വെള്ളത്തിന്റെ മുകളിൽ മെല്ലെ ഇങ്ങനെ കിടത്തി വയ്ക്കുക. ഇങ്ങനെ കുത്തിനെ വെച്ചിട്ട് കാര്യമില്ല, കുത്തിനെ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോവും. പക്ഷെ മെല്ലെ കിടത്തി വെച്ച് നോക്കുക, അത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി. അപ്പോ ഇത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഈ ബ്ലേഡിനെ നമ്മൾ മെല്ലെ അമർത്തിയിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളത്തിന്റെ കുറച്ച് അടിക്കാക്കി നോക്കുക. അത് താഴ്ന്ന അടിക്ക് പോകും, അല്ലാണ്ട് അത് മുകളിലേക്ക് പൊങ്ങി വരില്ല. നമ്മൾ മുൻപ് പഠിച്ച പോലെ പ്ലവക്ഷമ ബലം ഇതൊന്നും ബന്ധപ്പെടുത്തിയല്ല ഈ പൊങ്ങി നിൽക്കുന്നത്. പ്ലവനതത്വത്തിന്റെ ഫലത്തിലല്ല അത് പൊങ്ങി നിൽക്കുന്നത്. ഇത് വേറൊരു കാരണമാണ്. കാരണം ബ്ലേഡിന് ശരിക്കും പൊങ്ങി നിൽക്കാനുള്ള കഴിയില്ല. വെള്ളത്തിന്റെ നടുക്ക് കുറച്ച് താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് തന്നെ പോകുള്ളൂ, മുകളിലേക്ക് പൊങ്ങി വരില്ല. ആ പൊങ്ങി നിൽക്കുന്നത് വേറൊരു കാരണമാണ്. എന്താണ്? നിങ്ങൾക്ക് ആ പ്രാണി നിൽക്കുന്ന ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ആ വെള്ളത്തിന്റെ മുകൾ ഭാഗം നോക്കി അതിന്റെ ഉപരിതലം, സർഫസ്, ഒരു പാട പോലെ നിൽക്കുന്നത് കണ്ടോ, ഒരു സ്ഥലം പോലെ. അതിന്റെ സർഫസ് ഒരു മെംബ്രെയിൻ പോലെ, മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിഞ്ഞു നിൽക്കുന്ന ഒരു ഇതിനെയാണ് മെംബ്രെയിൻ അഥവാ എന്താ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നോക്കൂ, എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഒരു പാട പോലെ, സ്ഥലം പോലെ നിൽക്കുന്നത്? നമ്മളൊക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഈ തന്മാത്രകൾ തമ്മിലൊരു കൊഹീഷൻ ബലമുണ്ട്. ഇപ്പൊ ജലതന്മാത്രകളാണെങ്കിൽ ജലതന്മാത്രകൾ തമ്മിലൊരു കൊഹീഷൻ ബലം ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെറിയ ചിത്രം നോക്കാം. ഓക്കെ, ഒരു പാത്രത്തില്, ഒരു ബീക്കറിൽ ഇങ്ങനെ ജലം എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കി, ഇതിൽ കുറെ ഇതിൽ ഒരു ഇഷ്ടം പോലെ തന്മാത്രകൾ ഉണ്ടാവും അല്ലെ? നമ്മള് കാണാൻ കഴിയില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചിത്രത്തിൽ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ കുറെ തന്മാത്രകൾ ഉണ്ടാവും, ഇഷ്ടം പോലെ തന്മാത്രകൾ ഉണ്ടാവും. ഈ തന്മാത്രകളൊക്കെ തമ്മിലൊരു ആകർഷണമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നോക്കി, ഇതിന്റെ ഈ ഗ്ലാസിന്റെ അരികിൽ നിൽക്കുന്ന ഈ മോളിക്യൂൾസ്, തന്മാത്രകൾ, ഈ ഗ്ലാസുമായിട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. കൂടാതെ ഇതിന്റെ ഉള്ളിലേക്കുള്ള വാട്ടർ മോളിക്യൂളുമായിട്ട് വേറെ അട്രാക്ഷൻ ഉണ്ടാവും. ഈ അരികിൽ നിൽക്കുന്നവർക്ക് അഡീഷൻ ഫോഴ്സും ഉണ്ട്, കൊഹീഷൻ ഫോഴ്സും ഉണ്ട് അല്ലെ? ഈ അരികിൽ നിൽക്കുന്നവർക്കൊക്കെ അതാണ് അവസ്ഥ. ഗ്ലാസ്സിലേക്കും ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂളിലേക്കും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണ ബലം ഉണ്ടാവും. കൂടാതെ ഈ അരികിൽ നിൽക്കുന്നവർക്ക് ഗ്ലാസിനുമായിട്ട് ഒരു ബലം, ആകർഷണ ബലം ഉണ്ടാവും. ആ ഗ്ലാസുമായിട്ടുള്ള ആകർഷണ ബലത്തിന് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ഹസീവ് ഫോഴ്സ് അഥവാ അഡീഷൻ ബലം എന്ന് പറയുന്നത്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത്? കൊഹീഷൻ ബലം അഥവാ കോഹീസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നോക്കിയേ, ഇതിന്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള, ടോപ്പിലുള്ള, സർഫസിലുള്ള ഈ തന്മാത്രകൾ തമ്മിൽ നോക്കുക. ഇവർ തമ്മിലൊരു ആകർഷണം ഉണ്ടാവും. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കും അല്ലെ? അപ്പൊ അവര് തമ്മിൽ ഒരു കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. കൂടാതെ താഴെയുള്ള തന്മാത്രകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് കേട്ടോ. താഴേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും എല്ലാവരും തമ്മിൽ. അപ്പൊ മുകളിൽ തമ്മിലൊരു ഫോഴ്സും പിന്നെ അതിന്റെ താഴേക്കാണ് ഫോഴ്സ് വരുന്നത്, അല്ലാണ്ട് ഓപ്പോസിറ്റ് ഇല്ല. അതേസമയം ഇവിടെ ഉള്ളൊരു തന്മാത്രം എടുത്ത് നോക്കി, ഈ ഒരു മോളിക്യൂൾ എടുത്ത് നോക്കി, ഇതിന്റെ ചുറ്റുഭാഗത്തേക്കും ഒരേപോലെ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരേപോലെ ചുറ്റുഭാഗത്തേക്ക് ഒരേപോലെ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷെ ഈ സർഫസിലുള്ള തന്മാത്രകൾക്ക്
സൈഡിലേക്കും താഴേക്കും കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവരൊക്കെ പാടൊരു സ്ഥലമായിട്ട് ഒരു മെംബ്രെയിൻ പോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ മുകളിലൊരു പാട പോലെ നിൽക്കും, ഒരു മെംബ്രെയിൻ പോലെ സ്ഥലം പോലെ. അപ്പം അങ്ങനെ ഒരു ഫോഴ്സ് ഇതിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യും. ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. എന്താണ് പ്രതലബലം? സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഈ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലത്തിന് കാരണം എന്താണ്? ഈ കൊഹസീവ് ഫോഴ്സ് ആണ്, കൊഹീഷൻ ബലമാണ്. ഈ പ്രതലബലം ഉള്ളത് കൊണ്ടാണ് ബ്ലേഡ് അതിൽ പൊങ്ങി നിൽക്കുന്നത്, പ്രാണികൾക്ക് അതിന്റെ മുകളിലൂടെ നടന്നാൻ പോകാൻ പറ്റുന്നത് ഒക്കെ ചെയ്യും. ഇനി ഈ അഡീഷൻ ഫോഴ്സും കൊഹീഷൻ ഫോഴ്സും ഒക്കെ ഈ ദ്രാവകങ്ങൾക്കും അത് നിൽക്കുന്ന പ്രതലങ്ങളുടെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരും. അത് നമ്മൾ നേരത്തെ കണ്ടു. മെർക്കുറിക്കുള്ള അതേ കൊഹീസീവ് ഫോഴ്സ് അല്ല, കൊഹീഷൻ ബലമല്ല ജലത്തിനുള്ളത്. അതേ കൊഹീഷൻ ഫോഴ്സ് അല്ല മണ്ണെണ്ണയ്ക്കുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു തുള്ളി മണ്ണെണ്ണയും ഒരു തുള്ളി വെള്ളവും ഒരു പ്രതലത്തിൽ ഇറ്റിച്ച് നോക്കുക. മണ്ണെണ്ണ വേഗം പടർന്നു പോകും, പക്ഷേ വെള്ളം കുറച്ചും കൂടെ തുള്ളിയായിട്ട് നിൽക്കും. അത് ഈ ഫോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ബ്ലേഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ബ്ലേഡിൻ്റെ മുകളിൽ മെല്ലെ ബാലൻസ് ചെയ്ത് നിൽക്കുക. ആ സമയത്ത് നിങ്ങൾ ഒരു സോപ്പ് ഇങ്ങനെ എന്താ പറയുക, കുതിർന്ന് ഒരു നനഞ്ഞു നിൽക്കുന്ന സോപ്പ് മെല്ലെ ഈ വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി ടച്ച് ചെയ്ത് വെക്കുക. അപ്പം എന്ത് ചെയ്യും, ആ സോപ്പിൻ്റെ ഇത് ഈ വെള്ളത്തിലേക്ക് കലരും അല്ലേ. ആ കലരുന്ന സമയത്ത് കാണാം ബ്ലേഡിന് ചെറിയൊരു ഭാവ വ്യത്യാസം. നമുക്ക് ബ്ലേഡ് ഒരു വശത്തേക്ക് നീങ്ങി താഴാൻ നോക്കും. ഇതിന് കാരണം ഈ സോപ്പ് ഇതിൽ അലിയുമ്പോൾ, സോപ്പിൻ്റെ മോളിക്യൂൾസും കൂടെ അതിൽ ചേരുമ്പോൾ ഈ ജലതന്മാത്രകൾ തമ്മിലുള്ള ഈ കൊഹീഷൻ ബലമൊക്കെ കുറയും. അതിൻ്റെ പോസിറ്റീവ് ഫോഴ്സ് കുറഞ്ഞിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞിട്ട് ആ പ്രതല ബലം നഷ്ടപ്പെടും, അഥവാ സർഫസ് ടെൻഷൻ നഷ്ടപ്പെടും. ആ സർഫസ് ടെൻഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ബ്ലേഡ് താഴേക്ക് പോകാൻ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തുണി അലക്കുന്നത് കേട്ടോ. തുണി അലക്കുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ കാരണം എന്താ, തുണി നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ പ്യുവർ വാട്ടറിൽ നിങ്ങൾ അലക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്ക് പോയി കിട്ടില്ല. കാരണം അത് നനഞ്ഞ് ക്ലിയർ ആവില്ല, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ശരിക്കും കയറില്ല. അതേസമയം അതിൽ കുറച്ച് സോപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ഈ പ്രതലബലമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അത് ഈ തുണിക്കുള്ളിലേക്ക് കൂളായിട്ട് കയറിപ്പോവും, അഴുക്കിനെയൊക്കെ കളഞ്ഞു. ഓക്കെ, സോ സർഫസ് ടെൻഷൻ എന്താണ്? പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ നോക്കാം. സോ ഇനി നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ടേം കേട്ടോ, ലാസ്റ്റ് ടേമിലേക്കാണ് വരുന്നത് ഈ ചാപ്റ്ററിൻ്റെ. നോക്കൂ, ഒരു പരീക്ഷണം നടത്താം. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ചരിഞ്ഞ ഗ്ലാസ് പ്രതലത്തിൽ അല്പം മണ്ണെണ്ണ, ജലം, തേൻ, 3 ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്? കെറോസിൻ, വാട്ടർ ആൻഡ് ഹണി. ഇത് ചിത്രത്തിൽ കാണുന്ന പോലെ ഉറ്റിക്കുക. അപ്പോൾ എല്ലാം ഈ ചെരിഞ്ഞ പ്രതലമായതുകൊണ്ട് താഴേക്ക് ഒഴുകും അല്ലേ. പക്ഷേ എല്ലാം ഒഴുകുന്നത് ഒരേ വേഗതയിലാണോ? അല്ല. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യത്യസ്ത വേഗതയിൽ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ മണ്ണെണ്ണ അഥവാ കെറോസിനാണ് ഏറ്റവും വേഗത്തിൽ താഴേക്ക് വരുന്നത്, ഒഴുകുന്നത്. ജലം അതിനേക്കാൾ പതുക്കെയും തേൻ ഏറ്റവും സാവധാനത്തിലുമാണ് താഴേക്ക് ഒഴുകുന്നത് അല്ലേ. സോ ദ ഫ്ലോ ഓഫ് ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ഈസ് ഇൻ ഡിഫറെൻറ്റ് സ്പീഡ്. ഓക്കെ, എന്താണ് ഇതിന് കാരണം? അതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഇവിടെ തേൻ, ജലം, മണ്ണെണ്ണ 3ഉം താഴേക്ക് ഒഴുകുന്നത് ഒരുപോലെയാണോ? അല്ല. മണ്ണെണ്ണ വേഗം ഒഴുകി വരുന്നു, ജലം കുറച്ചുകൂടെ സാവധാനമാവുന്നു, തേൻ അതിലേറെ സാവധാനമായിട്ട്, ഹണി വളരെ സ്ലോയിലാണ് വരുന്നത്. ഈ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്, ഒരു പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ, ജലം ഒഴുകുകയാണെങ്കിൽ, ആ ജലം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് ഒന്നിച്ച് മുന്നോട്ട് പോവുകയല്ല ചെയ്യുക. ആ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ സർഫസിൽ തട്ടി നിൽക്കുന്ന ഭാഗം കുറച്ച് സ്ലോയിലായിരിക്കും, അതിൻ്റെ കുറച്ച് മുകളിലുള്ള ഭാഗം കുറച്ചും കൂടി സ്പീഡിലായിരിക്കും, അതിൻ്റെ മുകളിലുള്ള പ്രതലം കുറച്ചും കൂടി സ്പീഡിലായിരിക്കും. ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് ഈ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലോ ഉണ്ടാവുക. പല ലെയറുകളായിട്ടാണ് ഈ ലിക്വിഡ് ഫ്ലോ ഉണ്ടാവുക. അതിൻ്റെ ഓരോന്നിൻ്റെ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും, വേഗത വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ്, ഓക്കെ, വാട്ടറിൻ്റെ ഒരു ഫ്ലോയിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും ബോട്ടം സൈഡിലൊരു ലെയർ, ഏറ്റവും അടിഭാഗത്തെ ലെയർ, അതിൻ്റെ തൊട്ട് മുകളിൽ വേറെ ലെയർ ആയിട്ട്, നമ്മൾ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു
സാങ്കല്പികമായിട്ടാണ് കേട്ടോ, നമുക്കത് നോക്കി ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഒരു ലെയർ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവയ്ക്കിടയിൽ ഒരു ഫ്രിക്ഷൻ വരും, അഥവാ ഘർഷണ ബലം വരും. നമുക്കറിയാം, രണ്ട് പ്രതലങ്ങൾ ഉരಸಿ നീങ്ങുമ്പോൾ ഘർഷണം ഉണ്ടാവുന്നൊക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വർഷം പഠിക്കേണ്ടതായിരുന്നു, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഘർഷണ ബലം എന്ന് പറഞ്ഞൊരു ബലമുണ്ട്. രണ്ട് പ്രതലങ്ങൾ ഉരಸಿ നീങ്ങുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ബലമാണ് ഘർഷണ ബലം. ഈ ഘർഷണം എപ്പോഴും ഈ ചലനത്തിനെ തടസ്സപ്പെടുത്തും. ഫ്രിക്ഷൻ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഈ ചലനം എളുപ്പമാകും. അപ്പം ഇവിടെ ഈ രണ്ട് സർഫസുകൾ തമ്മിൽ ഉള്ള ഈ വാട്ടർ ഫ്ലോ ഉണ്ടാകുമ്പോൾ, ജലത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുമ്പോൾ, ദ്രാവകങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാകുമ്പോൾ, അപ്പോൾ വിവിധ ലെയറുകളായിട്ടാണ് ഒഴുകി നീങ്ങുക, പരസ്പരം സ്ലൈഡ് ചെയ്ത് നീങ്ങുക ചെയ്യുക. അപ്പോൾ ഈ ലെയറുകൾക്കിടയിൽ ഒരു ഘർഷണം വരും. ആ ഘർഷണം ഈ മൊത്തത്തിലുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ, വാട്ടർ ഫ്ലോയെ ഒപ്പോസ് ചെയ്യും, തടസ്സപ്പെടുത്തും. ഈ ഘർഷണ ബലത്തിന് ഒരു ദ്രാവകം ഒഴുകുമ്പോൾ അവയുടെ വിവിധ പ്രതലങ്ങൾക്കിടയിൽ, പാളികൾക്കിടയിൽ അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി സൃഷ്ടിക്കുന്ന ഒരു ബലമുണ്ട്, ഘർഷണ ബലമുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ വിസ്കസ് ബലം എന്ന് പറയുന്നത്. എന്താണ് വിസ്കസ് ബലം? അഥവാ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ബലം അഥവാ വിസ്കസ് ഫോഴ്സ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, ഈ ഒരു കഴിവിനെ, ദ്രാവകങ്ങളുടെ പാളികൾക്കിടയിൽ ഒരു ഘർഷണം സൃഷ്ടിച്ച് അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു ബലം കൊടുക്കാനുള്ള കഴിവ് ദ്രാവകങ്ങൾക്കുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയെ, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ് ടു ഒപ്പോസ് ദിസ് മോഷൻ ഈസ് കോൾഡ് വിസ്കോസിറ്റി അഥവാ വിസ്കോസിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. ഇംഗ്ലീഷ് മലയാളത്തിൽ വിസ്കോസിറ്റി തന്നെയാണ്. ദ്രാവക പാളികൾക്കിടയിൽ അവയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ബലം സൃഷ്ടിക്കാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്, വിസ്കോസിറ്റി. ആ ബലത്തിനെയാണ് എന്ത് പറയുന്നത്, വിസ്കസ് ബലം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. സോ എന്താണ് വിസ്കസ് ബലം, വിസ്കസ് ഫോഴ്സ്, എന്താണ് വിസ്കോസിറ്റി? ശ്രദ്ധിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ദ്രാവപടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് parallel to the layers which try to prevent the relative motion between the layers. This frictional force is the viscous force. Viscosity is the characteristic property of a liquid to oppose the relative motion between its different layers. ഇനി വിസ്കോസിറ്റി അഥവാ വിസ്കസ് ബലം. ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് നോക്കാം. നമ്മൾ ചെരിഞ്ഞൊരു പ്രതലം വെച്ചിട്ട് അതിൽ 3 ദ്രാവകങ്ങൾ ഒഴുക്കി വിട്ടല്ലോ, തേനും മണ്ണെണ്ണയും ജലമൊക്കെ. അങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിന്റെ താഴെ ഒരു ലാമ്പ് വെച്ചിട്ട് ആ പ്രതലത്തിനെയും ദ്രാവകങ്ങളിലേക്ക് ഒന്ന് ചൂടാക്കുക, ഹീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിന്റെ ഫ്ലോ കൂടുന്നതായിട്ട്, സ്പീഡ് കൂടുന്നതായിട്ട്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഊഷ്മാവ് വർദ്ധിപ്പിക്കുമ്പോൾ, താപനില കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി അഥവാ വിസ്കസ് ബലം കുറയും. ദ്രാവകങ്ങളുടെ വിസ്കസ് ബലം കുറയും. അപ്പോ താപനില കൂടുമ്പോൾ വിസ്കസ് ബലം അഥവാ വിസ്കോസിറ്റി കുറയും, താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ, കറണ്ട് കൊണ്ട് ഷോക്ക് അടിക്കുമല്ലോ, നമുക്ക് ശരീരത്തിൽ ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആവും, ഒരു സഡൻ ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും, അഥവാ അവരുടെ ഇടയിലുള്ള വിസ്കസ് ബലം കൂടും. വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫ്ലോ കുറയും അല്ലേ, ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ നമ്മുടെ രക്തത്തിന്റെ താപനില കുറയുമ്പോൾ അതിന്റെ വിസ്കോസിറ്റി കൂടുകയും ആ രക്തപ്രവാഹം, നമ്മുടെ ഞരമ്പുകളിലൂടെയുള്ള രക്തപ്രവാഹം കുറയുകയും ചെയ്യും. അത് ഹൃദയാഘാതത്തിനൊക്കെ കാരണമാകും. അതുകൊണ്ടാണ് ഷോക്ക് ഏറ്റാൽ ഉടനെ ആളുകളെ മസാജ് ചെയ്യുന്നത് അല്ലേ, മസാജ് ചെയ്തിട്ട് ബോഡി ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഉരസി കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും. അപ്പോൾ ബ്ലഡിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വിസ്കോസിറ്റി
കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. അപ്പോൾ കൂടുതൽ ഒഴുകും, നന്നായിട്ട് ബ്ലഡ് ഫ്ലോ കിട്ടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഓക്കെ, അപ്പോൾ എല്ലാ ദ്രാവകങ്ങൾക്കും ഈ വിസ്കോസിറ്റി ഒരുപോലെയാണോ? അല്ല, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. വിസ്കോസിറ്റി ഏറ്റവും കുറവാണ്, വളരെ കുറവാണ് മണ്ണെണ്ണയ്ക്ക് എന്ന് കണ്ടു. അതിനേക്കാൾ വിസ്കോസിറ്റി കുറച്ച് കൂടുതലാണ് ആർക്ക്? ജലത്തിന് എന്ന് കണ്ടു. അതിനേക്കാൾ വിസ്കോസിറ്റി കൂടുതലാണ് തേനിന്, ഹണിക്ക് എന്ന് കണ്ടു അല്ലേ. അപ്പോൾ കെറോസിൻ, വാട്ടർ ആൻഡ് ഹണി, ഇതാണ് നമ്മൾ കമ്പയർ ചെയ്തത്. ഇങ്ങനെ ഓരോ ദ്രാവകങ്ങൾക്കും അവയുടേതായ വിസ്കോസിറ്റി ഉണ്ടാവും. വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ അവയുടെ ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കും ആണല്ലോ. ഇങ്ങനെ വിസ്കോസിറ്റി വളരെ കൂടിയ ദ്രവങ്ങളെ നമ്മൾ വിസ്കസ് ദ്രവങ്ങൾ എന്നും, വിസ്കോസിറ്റി കുറഞ്ഞതിനെ, നന്നായിട്ട് ചലിക്കുന്നതിനെ മൊബൈൽ ദ്രാവകങ്ങളിൽ നിന്നാണ് വിളിക്കുക. വിസ്കോസ് ദ്രാവകങ്ങളും മൊബൈൽ ദ്രാവകങ്ങളും എന്ന് ദ്രാവകങ്ങളെ നമുക്ക് വിസ്കോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, വിസ്കസ് ഫ്ലൂയിഡ്സ് ആൻഡ് മൊബൈൽ ഫ്ലൂയിഡ്സ്, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഈ ദ്രാവകങ്ങളെ തരംതിരിക്കും. അവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ.